ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവായ അള്ളാഹുവിനെ സംബന്ധിച്ചു മനസ്സിലാക്കുന്ന അവൻ്റെ ഉന്നതമായ നാമങ്ങളെയും ഗുണവിശേഷണങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ദർസിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ പല നാമങ്ങളും നാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു 3 നാമങ്ങളാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അത് അൽ മലിക്, അൽ മാലിക്, അൽ മലീക്. ഇതാകുന്നു ആ 3 നാമങ്ങൾ. അൽ മലിക്, അൽ മാലിക്, അൽ മലീക്. മാലിക് എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ ആയത്തിൽ മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ മാലിക്കായിട്ടുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മലിക് എന്ന് സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിൽ കാണാം. അൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ്. അവിടെ അൽ മലിക് എന്ന ഇസ്മ കാണാൻ സാധിക്കും. ഇനി മലീക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ കുല്ലി മലീകിൻ മുഖ്തദിർ എന്ന സൂറത്തുൽ ഖമറിലെ 55-ാമത്തെ ആയത്തിൽ മലീക് എന്ന ഇസ്മും കാണാൻ സാധിക്കും. അപ്പോൾ മലീക്, അൽ മലിക്, അൽ മാലിക്, ഈ 3 അസ്മാകളും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഇത് 3ഉം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളാണ്. നമുക്ക് ഈ നാമങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാകും ഇത് 3ഉം സമാനമായൊരു പദമാണ്. മാലിക്, മലിക്, മലീക്. തീർച്ചയായും അതേ മലക എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മാലിക്, മലീക്, അതേപോലെ തന്നെ അൽ മലിക് എന്ന നാമങ്ങൾ. മലക യംലികു ഔ യംലുകു മുൽക്കൻ എന്ന് പറഞ്ഞാൽ മലിക അല്ലെങ്കിൽ മലക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക, അധികാരം ഉണ്ടായിരിക്കുക, കീഴ്പ്പെടുത്തുക എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യം, രാജാധിപത്യം. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത. മിൽക്കുൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത, മുൽക്കുൻ എന്ന് പറഞ്ഞാൽ ആധിപത്യം. ഈ പദങ്ങളിൽ നിന്നെല്ലാമാണ് മാലിക്, മലിക്, മലീക് എന്നീ നാമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉടമപ്പെടുത്തുന്നവൻ, ഉടമസ്ഥൻ, ആധിപത്യമുള്ളവൻ, സർവാധികാരി എന്നെല്ലാമാണ് ഈ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ നാമങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞു മാലിക് എന്ന് പറഞ്ഞാൽ ഹുവ സാഹിബുൽ മിൽക്ക്. ഏതൊരു കാര്യത്തെയാണ് ഉടമപ്പെടുത്തുന്നത് അവനാണ് മാലിക് എന്ന് പറയുന്നത്. അൽ മലിക് എന്ന് പറഞ്ഞാലോ സാഹിബുൽ മുൽക്ക്. മലിക് എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിൻ്റെ ഉടമ അഥവാ രാജാവ്. മലിക്കിന്നാസ് എന്ന് ഖുർആനിൽ കാണാം, ജനങ്ങളുടെ രാജാവ്. അപ്പോൾ മുൽക്കിൻ്റെ, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനാണ് മലിക്. ഹുവൽ മുതസർരിഫു ബി ഫിഅലിഹി വ അംരിഹി. അവനാകുന്നു അവൻ്റെ കൽപ്പനകൾ കൊണ്ടും അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അവനാണ് മലിക് എന്ന് പറയുന്നത്. മാലിക് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും ഉടമപ്പെടുത്തുന്നവൻ. ഇനി മലീക് എന്ന് പറഞ്ഞാലോ മിൻ സീഗത്തിൽ മുബാലഗ, അത് അങ്ങേയറ്റത്തെ ആധിക്യത്തെ കാണിക്കുന്നു. അൽ മാലിക്കുൽ അദീമുൽ മിൽക്ക് വഹുവ മാലിക്കുൽ മുലൂക്ക്.
എല്ലാ അർത്ഥത്തിലുമുള്ള ഉന്നതമായ അവസ്ഥയിലുള്ള ഉടമസ്ഥത, എല്ലാ അധിപന്മാരുടെയും അധിപനായി നിലകൊള്ളുന്നവൻ, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായി നിലകൊള്ളുന്നവൻ, ആധിപത്യത്തിൻ്റെ ഉടമകളുടെ എല്ലാം അധിപനായി നിലകൊള്ളുന്നവൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള സർവാധികാരം, സർവാധിപത്യം, എല്ലാ അർത്ഥത്തിലുമുള്ള ഉടമസ്ഥത, അതിനാണ് മലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, അതിനേക്കാൾ ഒരല്പം കൂടി പ്രാധാന്യമേറിയതും ഗൗരവമേറിയതുമാണ് മലിക് എന്നുള്ളത്. അതിനെയും അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്നു നിൽക്കുന്നതാണ് മലീക് എന്നുള്ള പദം. എല്ലാം ഉദ്ദേശിക്കുന്നത്, ഈ മൂന്ന് നാമങ്ങളും അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യവും അവൻ്റെ ഉടമസ്ഥതയും അവൻ്റെ രാജാധികാരവും അവൻ്റെ സർവാധികാരവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് കുല്ലു ഹാദിഹിൽ അസ്മാ തദുൽ അലാ ശുമൂലിയ്യത്തി മുൽക്കില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യത്തിൻ്റെ ആ സമ്പൂർണതയെ കുറിക്കുന്ന ഇസ്മുകളാണ് ഈ പറയപ്പെട്ടിട്ടുള്ള മാലിക്, മലിക്, മലിക് എന്നീ അസ്മാഉകൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഖുൽ പറയുക, ഖുലില്ലാഹുമ്മ അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, എല്ലാ ഉടമസ്ഥതകളുടെയും അധിപനായിട്ടുള്ളവനെ, എല്ലാ ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവനെ, എല്ലാ അധിപന്മാരുടെയും അധിപനായിട്ടുള്ളവനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്. സൃഷ്ടികൾ വല്ലതും ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് അള്ളാഹു നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തു കളയുകയും ചെയ്യുന്നു. ആത്യന്തികമായ ആധിപത്യം അതാർക്ക് മാത്രം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. സൂറത്തുൽ മാഇദയിലെ 120-ാമത്തെ ആയത്തിൽ കാണാം, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ഫീഹിൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനാകുന്നു. അതവൻ്റെ ഖുദ്റത്തിൻ്റെ ഭാഗമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു യാസീനിലെ 83-ാമത്തെ ആയത്തിൽ കാണാം, ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം, ഉടമസ്ഥത ആർക്കാണോ അങ്ങനെയുള്ളവനായ അള്ളാഹു പരിശുദ്ധനാകുന്നു. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും സർവാധിപത്യം അള്ളാഹുവിനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും മുഴുവൻ ആധിപത്യം അള്ളാഹുവിനാണ്. ഭൂമിയിൽ അവൻ്റെ സൃഷ്ടികൾ ഉടമപ്പെടുത്തുന്നതെല്ലാം തന്നെ താൽക്കാലികവും ആപേക്ഷികവും മാത്രമാണ്. അള്ളാഹു നൽകുന്നതുകൊണ്ട് ഒരു താൽക്കാലികമായി അവരുടെ കൈകളിൽ അള്ളാഹു നൽകുന്നതാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനത് എടുത്തു കളയുകയും ചെയ്യുന്നതാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു സർവാധിപത്യം, ഈ ഒരു സർവ്വരാജാധിപത്യം, അത് ബഹുദൈവാരാധകരായ ആളുകൾ പോലും അംഗീകരിച്ചിരുന്നു. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ മുഅ്മിനൂൻ 88-89 ആയത്തുകളിൽ കാണാം, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, നബിയെ അവരോട് ചോദിക്കുക, ആരുടെ കൈകളിലാണ് മുഴുവൻ വസ്തുക്കളുടെയും ആധിപത്യമുള്ളത്? വഹുവ യുജീറു വലാ യുജാറു അലൈ, അവൻ സംരക്ഷണം നൽകുന്നു, അവനെതിരിൽ ആർക്കും അഭയം നൽകുക സാധ്യമല്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയൂ. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും അധിപനായിട്ടുള്ളവനും അഭയം നൽകുന്നവനുമായിട്ടുള്ളവൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യമുള്ളവനും അഭയം നൽകുന്നവനുമായിട്ടുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അതെല്ലാം അള്ളാഹുവിനാണ്. ഖുൽ, എങ്കിൽ ചോദിക്കുക, ഫഅന്നാ തുസ്ഹറൂൻ, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് മാരണം ചെയ്യപ്പെടുന്നത്, വഴിതെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ സർവ്വ വസ്തുക്കളുടെയും മലക്കൂത്ത്, ആധിപത്യം, അതിൻ്റെ ഉടമസ്ഥത ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിരുന്ന കാര്യമാണ്. അത്രമാത്രം അള്ളാഹുവിൻ്റെ ആധിപത്യം എന്നത് സൃഷ്ടികൾ അംഗീകരിക്കുന്നതാണ്. പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഉള്ളത്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതയും അള്ളാഹുവിനാണ്. കാരണം അവൻ എല്ലാറ്റിനും കഴിവുള്ളവനും ഉന്നതനും മഹാനുമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക് അഥവാ സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്.
ഈ ലോകത്തിൻ്റെ മാത്രമല്ല മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെയും മരണാനന്തര ലോകത്തിൻ്റെയും ഉടമസ്ഥൻ ആര് തന്നെ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതേപോലെ തന്നെ അവൻ മലിക്കാണ്, ആധിപത്യമുള്ളവനാണ്. ഉടമസ്ഥത മാത്രമല്ല, ആധിപത്യമുള്ളവനാണ്. അവനിഷ്ടമുള്ളതെല്ലാം അവൻ്റെ ആധിപത്യത്തിൽ അവൻ പ്രവർത്തിക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലെല്ലാം സൃഷ്ടികളെ അവൻ കൈകാര്യം ചെയ്യുന്നതുമാണ്. അപ്രകാരം സർവാധിപതിയായ എല്ലാറ്റിൻ്റെയും ആധിപത്യമുള്ളവനായ രാജാവാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ അവൻ മലീക്കാണ്. സകല വസ്തുക്കളുടെയും, ജീവനുള്ളതും ഇല്ലാത്തതുമായ, വിശ്വാസികളും അവിശ്വാസികളുമായ, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതും അല്ലാത്തതുമായ മുഴുവൻ ലോകങ്ങളുടെയും സർവാധിപത്യവും എല്ലാ നിലക്കുമുള്ള ഉടമസ്ഥതയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. കാരണം അവനാകുന്നു അവയുടെ എല്ലാം സ്രഷ്ടാവായിട്ടുള്ളവൻ. ഈ 3 നാമങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അതിലൂടെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, മറ്റുള്ളവർക്കുള്ള ഉടമസ്ഥത. നമുക്കറിയാം, ഭൂമിയിലും പല ആളുകളും പലതിൻ്റെയും മാലിക്കുകളാണ്, ഉടമസ്ഥന്മാരാണ്. ഒരു വാഹനത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു വീടിൻ്റെ, ഒരു വസ്തുവിൻ്റെ എല്ലാം ഉടമസ്ഥന്മാരാണ്. അവർക്കും മാലിക്ക് എന്ന് ഭാഷാപരമായി പറയാം. അതേപോലെ തന്നെ ഭൂമിയിൽ ഒരുപാട് മുലൂക്കുകളുണ്ട്, രാജാക്കന്മാരുണ്ട്, മലിക്കുകളുണ്ട്, രാജാക്കന്മാരുണ്ട്. നമുക്കറിയാവുന്നതാണ്, മലിക്കുകൾ, രാജാക്കന്മാർ ഉണ്ട്, അതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ ഉടമസ്ഥതയും ആ ആധിപത്യവുമെല്ലാം താൽക്കാലികവും ക്ഷണികവും അള്ളാഹു നൽകുന്നതും മാത്രമാണ്. അതാണ് തുഅ്തിൽ മുൽക മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് രാജാവായ ഒരാൾ നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ന് ഉടമസ്ഥനായ ഒരാൾ, ആ ഉടമസ്ഥത അയാൾക്ക് ഒരുപക്ഷെ തൊട്ടടുത്ത നിമിഷത്തിൽ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ കൈകളിലുള്ള ഉടമസ്ഥത എന്നത് താൽക്കാലികമാണ്. എന്നാൽ അള്ളാഹുവാകുന്നു യഥാർത്ഥ ഉടമസ്ഥൻ. അവനിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ ആർക്കും സാധ്യമല്ല, അത് നീങ്ങിപ്പോവുകയുമില്ല. ഇതാണ് നാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥത ഒരു നിലക്കും നീങ്ങിപ്പോവുന്നതല്ല, മാറിപ്പോവുന്നതല്ല. അവൻ്റെ ആധിപത്യത്തെ ആർക്കെങ്കിലും വില കൊടുത്ത് വാങ്ങാവുന്നതുമല്ല. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു വാഹനം മറ്റൊരാൾ വില തന്നാൽ അയാളുടേതായി മാറും. വില കൊടുത്ത് വാങ്ങാൻ ആളുകൾക്ക് സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല, അത് നീങ്ങിപ്പോവുന്നതുമല്ല എന്നും നാം മനസ്സിലാക്കണം. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം നടപ്പിൽ വരുത്താൻ അധികാരമുള്ള അധിപനാകുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു വസ്തുവിൻ്റെ ഉടമസ്ഥത ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ എല്ലാ നിലക്കുമുള്ള അധികാരമില്ല. മറിച്ച് ഒരു രാജ്യത്തിലെ നിയമങ്ങൾ നമ്മളതിൽ പാലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നമുക്കൊരു വസ്തുവുണ്ട്, പക്ഷേ ആ വസ്തു വിൽക്കലും വാങ്ങലും അതിൽ കൈകാര്യം ചെയ്യലും ആ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. നമുക്കൊരു വാഹനമുണ്ട്, പക്ഷെ നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെ അത് പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമുക്കൊരു ഉടമസ്ഥതയുണ്ടെങ്കിൽ പോലും അതിന് പരിമിതിയുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിലെ രാജാധിപത്യം, ഒരു രാജ്യത്തിൻ്റെ അധിപന്മാരായി, രാജാക്കന്മാരായി, അതല്ലെങ്കിൽ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾക്ക് അവരുദ്ദേശിക്കുന്നതെല്ലാം ആ നാട്ടിൽ നടപ്പിൽ വരുത്തുക സാധ്യമല്ല. അതിനൊരുപാട് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം, അള്ളാഹുവിൻ്റെ അധികാരമെന്നത് യാതൊരു നിലക്കും ഈ നിലക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയില്ല. കാരണം അള്ളാഹുവിനെ നിയന്ത്രിക്കുവാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് അവൻ്റെ ആധിപത്യത്തിലുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ അവൻ നടപ്പിൽ വരുത്തും. ലാ യുസ്അലു അമ്മാ യഫ്അലു. അവൻ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവനെ ചോദിക്കാൻ ആരുമില്ല. ഫഅാലു ലിമാ യുരീദ്. എന്താണോ ഉദ്ദേശിക്കുന്നത് അതവൻ പ്രവർത്തിക്കുന്നതാണ്. യഹ്കുമു മാ യുരീദ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നാലാമതായി മനസ്സിലാക്കുക, മതപരവും ഭൗതികവുമായ വിധികളെല്ലാം അവൻ്റെതാണ്. ഇപ്പം ശർഈയായ ഹുക്മുകൾ, അഹ്കാമുകൾ, അത് അവന് മാത്രം അധികാരപ്പെട്ടതാണ്. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. ഏത് വിഷയത്തിൻ്റെയും ഹുക്മ്, ശർഈയായ ഹുക്മ് അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. മതപരമായ ഹുക്മുകൾ അവനിൽ നിന്നാണ്. ഇനി കൗനിയായ പ്രാപഞ്ചികമായ വിധികളും ആരുടേത് തന്നെ? അള്ളാഹുവിൻ്റേത് തന്നെ. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ വസ്തുക്കളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നക്ഷത്രങ്ങൾ നിലകൊള്ളുന്നത്, അവയുടെ ചലനം, അവയുടെ സഞ്ചാരം, ഭൂമിയുടെ സ്വയം തിരിയൽ, അതിൻ്റെ മറ്റു സഞ്ചാരങ്ങൾ,
പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിലവിൽ വരുന്നത്, അത് വളരുന്നത്, അത് നിലനിൽക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഇപ്രകാരം ഭൗതികവും മതപരവുമായ ഹുക്കുമുകൾ, വിധികളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവനത് നടപ്പിൽ വരുത്തും. കാരണം അവൻ്റേതാകുന്നു ആധിപത്യം. അതേ സന്ദർഭത്തിൽ അവൻ സർവാധികാരിയാണെങ്കിലും ആധിപത്യമുള്ളവനാണെങ്കിലും അവൻ്റെ ആധിപത്യം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. നമുക്കറിയാം, ഭൂമിയിൽ സൃഷ്ടികൾക്കിടയിലെ സർവാധികാരികളായി അറിയപ്പെട്ട ആളുകളൊക്കെ ഒരു വേള വളരെ വലിയ ക്രൂരന്മാരായിരുന്നു. ജനങ്ങളെ ഉപദ്രവിച്ചവരായിരുന്നു, അടിച്ചമർത്തിയവരായിരുന്നു, കൊന്നൊടുക്കിയവരായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ കാണുന്നത് അർ-റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായിട്ടുള്ളവൻ മാലികി യൗമിദ്ദീൻ, അവൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനുമാണ്. സൂറത്തുൽ ഫുർഖാനിലെ 26-ാമത്തെ ആയത്തിൽ കാണാം അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർ-റഹ്മാൻ, ഇന്നേ ദിവസം ആധിപത്യം, സാക്ഷാൽ ആധിപത്യം പരമകാരുണ്യകനായ അള്ളാഹുവിനാകുന്നു. ആധിപത്യത്തെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും റഹ്മാൻ എന്ന അവൻ്റെ ഇസ്മിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സർവാധികാരിയാണെങ്കിലും അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനും തൻ്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവനുമാകുന്നു. അതേപോലെ തന്നെ അവൻ്റെ ആധിപത്യം ന്യൂനതകളിൽ നിന്ന് മുക്തമാണ്. ഒരു ന്യൂനതയും അവൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ രാജാധിപത്യത്തിൽ, അവൻ്റെ ഉടമസ്ഥതയിൽ നമുക്ക് കാണുക സാധ്യമല്ല. അവൻ അണുമണി തൂക്കം അതിക്രമമോ അനീതിയോ കാണിക്കുകയുമില്ല. സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിൽ കാണാം ഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ, അൽ മലിക് അവനാകുന്നു രാജാവ്, അൽ ഖുദ്ദൂസ് അവൻ പരമപരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അസ്സലാം അവനിൽ നിന്നാണ് സമാധാനം, അവന് സമാധാനം നൽകുന്നവനാണ്. അൽ മുഅ്മിൻ അതേപോലെ തന്നെ നിർഭയത്വം നൽകുന്നവനും അതിക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനുമാണ്. അപ്പോൾ എല്ലാ നിലക്കും ന്യൂനതകളിൽ നിന്ന് മുക്തനാണ് അള്ളാഹു. അതുകൊണ്ട് അവൻ്റെ ആധിപത്യത്തിലും എവിടെയും നമുക്ക് ന്യൂനത കാണാൻ കഴിയില്ല. അതേപോലെ അവൻ നിർഭയത്വവും സമാധാനവും നൽകുന്നവനാണ്. അതുകൊണ്ട് അക്രമമോ അനീതിയോ അവൻ്റെ ആധിപത്യത്തിൽ ഇല്ലേ ഇല്ല. അതാണ് സൂറത്തു നിസായിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അണുമണി തൂക്കം പോലും ദുൽമ് കാണിക്കുകയില്ല. ഒരു മിസ്കാല് ദർറത്ത് പോലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ ഉടമസ്ഥതയിൽ നമുക്ക് ദുൽമ് കാണാൻ കഴിയില്ല. എന്നാൽ സൃഷ്ടികൾക്കിടയിലുള്ള അധിപന്മാരും ഉടമസ്ഥന്മാരുമൊക്കെ അങ്ങേയറ്റം ദുൽമും അതിക്രമങ്ങളും അനീതികളും കാണിക്കുന്നവരാകുന്നു. തആലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം എത്രയോ ഉന്നതനും മഹാനുമാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും കാരുണ്യവാനും നീതിമാനും ദയാപരനുമായതുകൊണ്ട് തന്നെ അവൻ്റെ ആധിപത്യത്തിൽ ന്യൂനതകളോ പോരായ്മകളോ ഇല്ലാത്തതുകൊണ്ടും തന്നെ സർവസ്തുതികളും അവൻ അർഹിക്കുന്നു. സാധാരണ നമുക്കറിയാം, ഭൂമിയിലെ അധിപന്മാരെ, രാജാക്കന്മാരെ ആളുകൾ സ്തുതിക്കുകയില്ല, അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇനി സ്തുതിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരിൽ നിന്നുള്ള അക്രമത്തെ പേടിച്ചിട്ട് ഉള്ളിലില്ലാതെ പുറമെ സ്തുതിക്കുന്നതായിരിക്കും അധികവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഹംദ് അത് പൂർണ്ണമായും സംതൃപ്തിയോടുകൂടി സൃഷ്ടികൾക്ക് നൽകാൻ സാധിക്കും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉടമസ്ഥതയുണ്ട്, രാജാധിപത്യമുണ്ട്, സർവാധിപത്യമുണ്ട്. അതേ സന്ദർഭത്തിൽ അവൻ എല്ലാ സ്തുതികളും അർഹിക്കുന്ന വിധം കാരുണ്യവാനും നീതിമാനുമാണ്. ഈ ആശയം സൂറത്തു തഗാബുനിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. ലഹുൽ മുൽക്കു, അവനാകുന്നു ആധിപത്യം, വലഹുൽ ഹംദു, അതുകൊണ്ട് തന്നെ സർവസ്തുതിയും അവനാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. രാവിലെയും വൈകുന്നേരവുമെല്ലാം, അതേപോലെ തന്നെ പല നമസ്കാരങ്ങൾക്കും ശേഷം ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട അഫ്ളലു ദിക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്റിലും നമ്മൾ കാണുന്നത് എന്താണ്? ലഹുൽ മുൽക്കു, ആധിപത്യം അല്ലാഹുവിനാകുന്നു. വലഹുൽ ഹംദു, സർവസ്തുതികളും അവനാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന് എല്ലാ ആധിപത്യവുമുണ്ട്, എല്ലാ ഉടമസ്ഥതയും അവൻ്റെതാണ്. മറ്റാർക്കും യാതൊരു നിലക്കും സാക്ഷാൽ ഉടമസ്ഥതയില്ല. എന്നിട്ടും അവൻ കാരുണ്യവാനാണ്, നീതിമാനാണ്, അടിമകളെ സ്നേഹിക്കുന്നവനാണ്, സൃഷ്ടികളെ സഹായിക്കുന്നവനാണ്, അവർക്ക് സംരക്ഷണം നൽകുന്നവനാണ്. അണുമണിത്തൂക്കം പോലും സൃഷ്ടികളോട് അനീതി കാണിക്കാത്തവനാകുന്നു. അവൻ എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അവൻ്റെ ഉടമസ്ഥതയിലുള്ള ഒന്നിലും തന്നെ ഒരു ന്യൂനതയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് സർവ്വസ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്കും മലിക്കും മലീക്കുമാണ്. അഥവാ സകല ഉടമസ്ഥതകളും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനാണ്. ആ ഉടമസ്ഥതയിൽ അവൻ നീതിമാനും സമ്പൂർണനുമാണ്. അവന് ന്യൂനതകളൊന്നും തന്നെ ഇല്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവനതെടുത്തു കളയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നാം നേരത്തെ പഠിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഇബാദത്തായി കൊണ്ടുവരാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാലിക്, മലിക്, മലീക് എന്നീ നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മിലുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവനെ മാത്രമേ നാം പിന്നീട് ആരാധിക്കുവാൻ പാടുള്ളൂ. കാരണം ഉടമസ്ഥതയും ആധിപത്യവും ആർക്കാണോ അവനെ മാത്രമേ ആരാധിച്ചിട്ട് കാര്യമുള്ളൂ. സൂറത്തുൽ മുഅ്മിനൂൻ 116 ആയത്ത് 117 ശ്രദ്ധിക്കുക. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, സാക്ഷാൽ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു വ റബ്ബുൽ അർശിൽ കരീം, അവനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് അവൻ റബ്ബുൽ അർശിൽ കരീം, മാന്യമായ അർശിൻ്റെ രക്ഷിതാവുമാകുന്നു. ആദരവേറിയ അർശിൻ്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. കാരണം എന്താണ്? ആ അല്ലാഹു അൽ മലിക്കുൽ ഹക്കാണ്, സാക്ഷാൽ ഉടമസ്ഥനും സാക്ഷാൽ അധിപനും സാക്ഷാൽ രാജാവുമാകുന്നു. അതുകൊണ്ട് തന്നെ വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബി, അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു തെളിവുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവരുടെ വിചാരണ അല്ലാഹുവിൻ്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സത്യനിഷേധികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ, ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനായ അള്ളാഹുവിന് സർവസ്തുതിയും. വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവൻ്റെ ആധിപത്യത്തിൽ അവൻ ഒരു പങ്കുകാരുമില്ല. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, ആധിപത്യം മുഴുവൻ അവനാണ്. ആ ആധിപത്യത്തിൽ അവന് സൃഷ്ടികളെ ആരെയും പങ്കാളികളാക്കിയിട്ടില്ല, മറ്റു ദൈവങ്ങളും അവൻ്റെ കൂടെയില്ല. വലം യകുല്ലഹു വലിയ്യും മിനദ് ദുല്ലി വകബ്ബിർഹു തക്ബീറ, നിന്ദതയിൽ നിന്നോ അപമാനത്തിൽ നിന്നോ അവനെ സംരക്ഷിക്കേണ്ടുന്ന ഒരു വലിയൻ്റെ ആവശ്യവും അള്ളാഹുവിനില്ല. അപ്രകാരം ഔന്നിത്യമേറിയ ഉടമസ്ഥതയുടെ മിൽക്കിൻ്റെ നാഥനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല സൃഷ്ടികൾക്കാർക്കും നിങ്ങൾക്കും ഒന്നും ഉടമപ്പെടുത്തി തരാൻ കഴിയില്ലെന്നും എല്ലാ ഉടമസ്ഥതയുമുള്ള അള്ളാഹുവിന് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്നും അതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാകൂ എന്നും സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ പറയുന്നതിനുള്ള കാരണമായി അല്ലാഹു സൂറത്തുൽ മാഇദയിലെ 76 ആയത്തിൽ പറയുന്നത് ഖുൽ അതഅബുദൂന മിൻ ദൂനില്ലാ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബിയോട്, അതഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുകയാണോ? മാലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അ, ഒരു ഉപകാരമോ ഉപദ്രവമോ അവർ നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നില്ല. കാരണം സൃഷ്ടികൾ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നർത്ഥം. സൂറത്തുൻ നഹ്ലിൽ 73 കാണാം വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ഷൈഅൻ വലാ യസ്തതിഊൻ, ഒന്നിനും സാധിക്കാത്തവർക്കും ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ നിങ്ങൾക്കൊരു റിസ്ഖ് ഉപജീവനം ഉടമപ്പെടുത്തി തരാൻ കഴിയാത്തവർക്കും നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണോ? അപ്പോൾ ഉപജീവനം ഉടമപ്പെടുത്തി തരാൻ സാധിക്കാത്തവരാണ് സൃഷ്ടികൾ. അതെല്ലാം ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾക്കുള്ള ഉപജീവനവും അതിൻ്റെ മാലിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. സൂറത്തു സബയിലെ 22 ആയത്തിൽ കാണാം ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കുന്ന ഔലിയാക്കളെയും മഹത്തുക്കളെയും നിങ്ങൾ വിളിക്കുക. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു മിസ്ഖാൽ ദർറത്ത് പോലും അവരാരും ഉടമപ്പെടുത്തുന്നില്ല. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. വമാലഹും ഫീഹിമാ മിൻ ശിരിക്കിൻ വമാലഹു മിൻഹും മിൻ വഹീർ, അവർക്ക് ആകാശലോകങ്ങളിൽ ഒരു പങ്കുമില്ല, അള്ളാഹുവിനൊരു സഹായിയും സൃഷ്ടികൾക്കിടയിലില്ല.
അപ്പോൾ ഒരു മിസ്കാല് ദർറത്ത് പോലും സൃഷ്ടികളൊന്നും ഉടമപ്പെടുത്തുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഉടമപ്പെടുത്തുന്നത്. സൂറത്തു ഫാത്തിറിൽ കാണാം, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, ലഹുൽ മുൽക്കു, സാക്ഷാൽ ഉടമസ്ഥത അവനാകുന്നു, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ പോലും ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല, അപ്പോഴല്ലേ ഉത്തരം നൽകുന്നത്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിരിക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെ പോലെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. അപ്പോൾ സാക്ഷാൽ ഉടമസ്ഥനാകുന്നു അള്ളാഹു. അള്ളാഹുവിന് പുറമെയുള്ളവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം. ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ അവർക്ക് ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന വലിയ തത്വം ഈ 3 നാമങ്ങൾ പഠിച്ചാൽ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് മാലിക്, മലിക്, മലീക് എന്ന അസ്മാഉകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും നാം ഇബാദത്ത് ചെയ്യാനോ അവരോട് പ്രാർത്ഥിക്കുവാനോ അവരോട് സഹായം തേടുവാനോ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഈ ഇസ്മു പഠിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടെന്ന രൂപത്തിൽ മഹത്വപ്പെടുത്തണം. അള്ളാഹുവിനെ നാം ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തണം. നമുക്കറിയാം, ഭൂമിയിൽ രാജാക്കന്മാരെ ആളുകൾ വലിയ ആദരവോടുകൂടിയും മഹത്വത്തോടുകൂടിയും കാണുന്നു. അതല്ലെങ്കിൽ ഒരു നാട്ടിലൊരു പ്രമാണി ഒരുപാട് വസ്തുക്കളുടെ സ്വത്തിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ ആളുകൾ ആ വ്യക്തിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ആ ഉടമസ്ഥതയും രാജാധിപത്യവും ഒക്കെ താൽക്കാലികമാണ്. അപ്പോൾ സാക്ഷാൽ ഉടമസ്ഥനായ അള്ളാഹുവിനെ നാം എത്രമാത്രം മഹത്വപ്പെടുത്തണം, അവൻ്റെ ഔന്നിത്യം എത്രമാത്രം നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ മുന്നിൽ എത്രമാത്രം നമ്മൾ വിനയാന്യതരായി തീരണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം നാം ഉൾക്കൊള്ളണം ഈ 3 അസ്മാഉകൾ പഠിച്ചാൽ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വിനയാന്യതരാകണം, അഹങ്കരിക്കാൻ പാടില്ല. ഖാറൂനിന് ഒരുപാട് സ്വത്ത് കിട്ടി. ഖാറൂൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ എന്താണ് ഖാറൂനിന് സംഭവിച്ചത്? സാക്ഷാൽ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനെയും അവൻ്റെ വീടിനെയും അവൻ്റെ സ്വത്തുക്കളെയും എല്ലാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. കാരണം അള്ളാഹുവാണ് ശരിക്കുള്ള അധിപൻ. സൃഷ്ടികൾക്ക് നൽകിയതെല്ലാം അവൻ നൽകിയതാണ്, അവൻ ഉദ്ദേശിക്കുമ്പോൾ എടുത്തു കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വത്തുക്കളോ രാജാധിപത്യമോ മറ്റ് എന്ത് തന്നെ ആനുകൂല്യങ്ങൾ കിട്ടിയാലും വിനയാന്യതരാവുകയാണ് വേണ്ടത്. സൂറത്തുൽ കഹ്ഫിലെ 2 സഹോദരങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരാൾ തനിക്ക് കിട്ടിയ സമ്പത്തിൽ അഹങ്കരിച്ചു, ഇതൊന്നും നശിച്ചു പോവില്ല എന്ന് അയാൾ പറഞ്ഞു. പിന്നീട് അയാൾക്ക് സംഭവിച്ചതെന്താണ്? ഒരൊറ്റ രാത്രി കൊണ്ട് അയാൾക്ക് അള്ളാഹു നൽകിയ മുഴുവൻ നിഅമത്തുകളെയും അള്ളാഹു എടുത്തു മാറ്റി. അങ്ങനെ അയാൾ ഖേദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഫിർഔൻ എന്താ പറഞ്ഞത്? അലൈസ ലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ മിസ്റിൻ്റെയും ആ മിസ്റിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന അരുവികളുടെയും നദികളുടെയും ഒക്കെ ഉടമസ്ഥൻ ഞാനാണ്. അന റബ്ബുക്കുമുല്ല അല, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്നൊക്കെ പറഞ്ഞ ഫിർഔനിന് എന്താ സംഭവിച്ചത്? അവനെയും അവൻ്റെ സ്വത്തുക്കളെയും എല്ലാറ്റിനെയും അള്ളാഹു ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തവാദു, വിനയം, അഹങ്കാരമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകണം. സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാകണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതാണ്, അള്ളാഹു നൽകിയതാണ് എന്ന ബോധത്തോടുകൂടി ഈ ദുനിയാവിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളാകട്ടെ സമ്പത്താകട്ടെ മറ്റെന്താകട്ടെ അതെല്ലാം തന്നെ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉടമസ്ഥൻ അവനായതുകൊണ്ട് നമുക്കെന്താവശ്യമുണ്ടെങ്കിലും ചെറുതാകട്ടെ ഇനി എത്ര വലിയ കാര്യമാകട്ടെ അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥതയും അള്ളാഹുവിനാണ്. അവനാകട്ടെ വാരിക്കോരി നൽകുന്നവനും മഹാകാരുണ്യവാനുമാണ്. എന്നിരിക്കെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്നതും ആരോട് ചോദിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൻസിലുല്ലാഹു ഇല സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ, അള്ളാഹു 1-ാമത്തെ ആകാശത്തേക്ക് എല്ലാ രാത്രിയിലും ഇറങ്ങുന്നു. ഹീന യംദി സുലുസുൽ ലൈലിൽ അവ്വൽ, രാത്രിയുടെ ആദ്യത്തെ 3 ഭാഗങ്ങൾ
കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവസാനത്തെ യാമത്തിൽ ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും അനൽ മലിക്കു, ഞാനാകുന്നു ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഞാനാകുന്നു സാക്ഷാൽ രാജാവ്. അനൽ മലിക്കു അനൽ മലിക്കു മൻ ദല്ലദീ യദ്ഊനി ഫഅസ്തജീബ ലഹ്, അതുകൊണ്ട് എന്നോട് ദുആ ചെയ്യാൻ ആരുണ്ട് അവർക്ക് ഞാൻ ഉത്തരം തരാം. മൻ ദല്ലദീ യസ്അലുനി ഫഉഅതിയ, എന്നോട് ചോദിക്കാൻ ആരുണ്ട് അവർക്ക് ഞാനത് നൽകാം. മൻ ലദീ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ഫലാ യസാലു കദാലിക് ഹത്താ യുദി അൽ ഫജ്ർ, ഫജ്ർ വരെ അള്ളാഹു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്ന്. അപ്പോൾ അനൽ മലിക്ക്, ഞാനാകുന്നു മലിക്ക്, അതുകൊണ്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ നൽകാമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മലിക്കെന്ന അല്ലെങ്കിൽ മാലിക്കെന്ന മലീക്കെന്ന ഇസ്മു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക. അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അത് നമുക്കാണ് അസാധ്യം. അള്ളാഹുവിനോ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര അസാധ്യമെന്ന് നമുക്ക് തോന്നിയതും ചോദിക്കുക, എത്ര വലുതെന്ന് നമുക്ക് തോന്നുന്നതും ചോദിക്കുക. കാരണം അള്ളാഹുവിന് അതൊന്നും വലുതല്ല, അള്ളാഹുവിനൊരു കാര്യവും അസാധ്യവുമല്ല. അതേപോലെ തന്നെ അള്ളാഹുവാണ് സാക്ഷാൽ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മറ്റു സൃഷ്ടികളെ നമ്മൾ അനുസരിക്കാൻ പാടില്ല. പല ആളുകളുമുണ്ട്, ഒരു നാട്ടിലെ പ്രമാണിയാണെങ്കിൽ, രാജാവാണെങ്കിൽ, വല്ല സ്വാധീനവുമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി പറയുന്നതെല്ലാം അനുസരിക്കും. അത് മതപരമായി ശരിയാണോ തെറ്റാണോ എന്നവർ പരിശോധിക്കുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തി ഖാലിഖിൻ, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ ആരെയും അനുസരിക്കുവാൻ പാടില്ല. അത് രാജാവാകട്ടെ, അതേപോലെ തന്നെ മറ്റു ഉടമസ്ഥന്മാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, എത്ര സ്ഥാനമാനമുള്ള ആളുകളാകട്ടെ, അള്ളാഹുവാണ് സാക്ഷാൽ അധികാരിയും അധിപനും സാക്ഷാൽ രാജാവും ഉടമസ്ഥനും. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ നൽകിയ ആധിപത്യം മാത്രമുള്ള ക്ഷണികമായ ആധിപത്യമുള്ള നിസ്സാരന്മാരായ സൃഷ്ടികളെ അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് അനുസരിക്കുവാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നാം മത്സരിക്കണം. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ വേറെ ആരെയും അനുസരിക്കുവാനും പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ നാം പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹുവാണ് മാലിക്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, എല്ലാ ഉടമസ്ഥതയുടെയും അഥവാ എല്ലാ ഉടമസ്ഥന്മാരുടെയും എല്ലാ അധിപന്മാരുടെയും അധിപനായി നിലകൊള്ളുന്ന സാക്ഷാൽ അധിപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്കാർക്കും അധിപന്മാരുടെ അധിപൻ എന്നർത്ഥമുള്ള പേര് നൽകാൻ പാടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഗ്യദു റജുലിന അലല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി, വ അഖ്ബസുഹു വ അഗ്യദുഹു, ഏറ്റവും മോശവും അള്ളാഹുവിന് കോപവുമുള്ള വ്യക്തി, റജുലിൻ കാന യുസമ്മ മലിക്കൽ അംലാക്, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പേര് നൽകുന്ന ആളുകളാണ്. ലാ മാലിക ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ മാലിക്കില്ല. അപ്പോൾ ഷാഹിൻ ഷാ, രാജാക്കന്മാരുടെ രാജാവ്, മാലിക്കുൽ അംലാക്, ഉടമസ്ഥന്മാരുടെ രാജാക്കന്മാരുടെയൊക്കെ രാജാവ് എന്നുള്ള അർത്ഥത്തിലുള്ള സർവാധിപതി എന്ന ഒരു പേര് ഒരിക്കലും സൃഷ്ടികൾ സ്വീകരിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. എന്നാൽ മാലിക്കെന്നോ മലിക്കെന്നോ പറയാം. എന്നാൽ അതിനപ്പുറത്ത് സർവാധിപത്യം എന്ന് കാണിക്കുന്ന മലീക്ക് എന്നുള്ള, അതല്ലെങ്കിൽ മാലിക്കുൽ മുലൂക്ക് എന്നെല്ലാം അർത്ഥമുള്ള രൂപത്തിലുള്ള പേരുകൾ കുട്ടികൾക്ക് നൽകുവാൻ പാടില്ല. രാജാക്കന്മാരോ മറ്റോ അത്തരം പേരുകൾ സ്വീകരിക്കുവാനും പാടില്ല. അതോടൊപ്പം തന്നെ പരലോകത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ധാരണയും ഈ വിഷയത്തിൽ നമുക്കുണ്ടാകണം. കാരണം ആരും ഒന്നും ഉടമപ്പെടുത്തുന്നില്ലെങ്കിൽ, പരലോകത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, തെറ്റ് ചെയ്ത ആളുകളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നന്മ ചെയ്തവരുടെ നന്മയെ തടയാനും ആർക്കും കഴിയില്ല. കാരണം അള്ളാഹുവാണ് സാക്ഷാൽ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ സുഹൃതം ചെയ്ത ആളുകളുടെ നന്മയെ പാഴാക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഇവിടെ ഒരു പക്ഷേ ഒരാൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ തടയാൻ മറ്റുള്ളവർക്ക് സാധിച്ചേക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ സാക്ഷാൽ കോടതിയിൽ ഒരു വ്യക്തി അർഹിക്കുന്ന നന്മയെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം അന്ന് സാക്ഷാൽ ഉടമസ്ഥത ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നേ ദിവസം സർവാധിപത്യം ആർക്കാണ്? ഏകനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അന്നേ ദിവസം സാക്ഷാൽ ആധിപത്യം പരമകാരുണ്യകനായ അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് തന്നെ മിസ്കാൽ ദർറത്ത് നന്മ ചെയ്തവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും, ആർക്കും തടയാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് തിന്മ ചെയ്ത ആളുകൾക്കും
അവരെ രക്ഷപ്പെടുത്താനും ആർക്കും സാധ്യമല്ല. ഈ ദുനിയാവിൽ ഒരു പക്ഷേ തിന്മ ചെയ്യുന്ന ആളുകളെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പലർക്കും രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. എന്നാൽ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ എന്താണ്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഒന്നും ഉടമപ്പെടുത്തുകയില്ല. അന്നേ ദിവസം മുഴുവൻ കൈകാര്യകർത്തൃത്വവും അള്ളാഹുവിനായിരിക്കും. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. നന്മ ചെയ്ത ആളുകളുടെ പ്രതിഫലം ഒട്ടും കുറച്ചു കളയാനും ആർക്കും സാധ്യമല്ല. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യഖ്ബിലുല്ലാഹുൽ അർള വ യത്വിസ് സമാവാതി ബിയമീനി. അല്ലാഹു ഭൂമിയെയും ആകാശങ്ങളെയും തൻ്റെ ഇരു കൈകളിൽ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കും, അനൽ മലിക്കു, ഞാനാണ് രാജാവ്, ഞാനാണ് അധിപൻ. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഞങ്ങളാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥന്മാരും അധിപന്മാരും എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരും ധിക്കരിച്ചവരും ഇന്ന് എവിടെ എന്ന് അള്ളാഹു അന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ മുൽക്കിൻ്റെ, ആ ആധിപത്യത്തിൻ്റെ, ആ ഉടമസ്ഥതയുടെ ഒരു ശക്തിയും അതിൻ്റെ ഒരു വിശാലതയും നോക്കൂ നിങ്ങൾ. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ, ആകാശങ്ങളെ, ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വലത് കൈകളിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്. അത്രയും ഉന്നതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അത്രയും വലിപ്പമുള്ളവനാണ്, അള്ളാഹു അക്ബറാണ്, അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയും ഏറ്റവും ഔന്നിത്യമേറിയതാണ്. ഭൂമിയിലുള്ള ഉടമസ്ഥന്മാർക്കോ സൃഷ്ടികൾക്കോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഉടമസ്ഥത ഉപകാരപ്പെടുകയില്ല. വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അതാണ് നാം പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ 3 ഇസ്മുകളാണ് മാലിക്, മലിക്, മലീക്. അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തെ അത് കുറിക്കുന്നു. ആ അസ്മാകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റങ്ങളാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ആ നിലക്ക് തന്നെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നേടിയ അറിവിലൂടെ ഇഹത്തിലും പരത്തിലും ഉപകാരം നൽകട്ടെ, ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു നമുക്ക് മായ്ച്ചു നൽകട്ടെ. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മഹാമാരികളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ അല്ലാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവാകുന്ന ഉടമസ്ഥൻ, അവനോടാണ് ചോദിക്കേണ്ടത്. നാം അവനോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.